ക്യാമ്പ് ഫയർ കുക്കിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് മൈ അപ്സ്കേർഡ് സ്കിൽസ് പറയുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വലിയ പേരൊക്കെയാണ് ഈ ആനിമേറ്റഡ് സീരീസിനുള്ളത്. വളരെ രസകരമായ ഒരു ആനിമേറ്റഡ് സീരീസാണ്. കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഒരു സെഡൻഡറി ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും, പിന്നെ എന്താ പറയുക, ഒരു സിമുലേഷൻ ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒക്കെ ഈ ഒരു ആനിമേറ്റഡ് സീരീസ് വളരെ ഇഷ്ടപ്പെടും. ഒരു ഫീൽ ഗുഡ് ആനിമേഷനാണ്. ഭയങ്കര ആക്ഷനൊന്നും അത്ര ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ആ ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളൊരു ആനിമേറ്റഡ് സീരീസാണ്. നിങ്ങളൊരു ആക്ഷൻ പ്രതീക്ഷിച്ച് ഈ സീരീസ് കാണണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീരീസാണ്. കാരണം ഇതിനകത്ത് കുക്കിംഗാണ് കൂടുതലായിട്ടുള്ളത്. മറ്റേ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് ക്യാമ്പ് ഫയർ കുക്കിംഗ്, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ടെൻ്റ് അടിച്ച് കുക്ക് ചെയ്യുന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സീരീസ് എന്ന് വെച്ചാൽ നമ്മുടെ ആണെങ്കിൽ ഒരു എന്താ പറയുക 7.6 ഇതിന് റേറ്റിംഗ് ഉണ്ട്. ഭൂമിയിൽ നിന്നും കുറച്ച് ആൾക്കാരെ വേറൊരു വേൾഡിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് അത്ര ഓർക്കണില്ല. അങ്ങനെ ഓടിച്ചിട്ടെന്നല്ല, ഒരു ജസ്റ്റ് ഇങ്ങനെ വലിയ ഇഷ്ടമില്ലാതെ കണ്ടതായിരുന്നു ആദ്യത്തെ എപ്പിസോഡ്. കാരണം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ട ഒരു സീരീസാണിത്. ഫസ്റ്റ് 1-2 എപ്പിസോഡ് ഞാൻ വെറുതെ ഇങ്ങനെ റെക്കോർഡൊക്കെ എഴുതുന്നതിൻ്റെ കൂട്ടത്തിരുന്ന് കാണുകയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെ ഇഷ്ടം തോന്നി. കാരണം അവർ എന്താ പറയുന്നത്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം പോലെ തോന്നി. ആ ഒരു സീരീസിനകത്ത് ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ നിന്നും റിക്രൂട്ട് ചെയ്തൊരു ആൾ, ഇപ്പോൾ പലർക്കും സ്പോർട്സ്മാൻ ഉണ്ട്, ഭയങ്കര ആർച്ചറുണ്ട്, അങ്ങനെ പല പല സ്കിൽസുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഗെയിം പോലെ ഒരു വേൾഡിലേക്ക്. ഗെയിം വേൾഡല്ല, മറ്റൊരു വേൾഡ് എന്നാണ് പറയുന്നവർ. അപ്പോൾ എനിക്ക് ആ ഒരു വേൾഡിലാണെങ്കിൽ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടർ ചെല്ലുന്നത് സ്കില്ലെന്ന് വെച്ചാൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം സ്കില്ലായിട്ട് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്കാണ് ഇയാൾ തന്നെ ആലോചിക്കും, ഇവിടെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സ്കില്ലുമായിട്ട് എന്ത് ചെയ്യാനാണ്? സാധാരണ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ വളരെ വിലക്കുറവിൽ സാധനങ്ങൾ മേടിക്കും, അതാണ് അയാളുടെ സ്കില്ലെന്നുള്ള രീതിയിലാണ് അവിടെ അവർ കഥയുടെ തുടക്കം തന്നെ പറഞ്ഞു കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ചെല്ലുന്നതിന് ശേഷം ഇങ്ങനെ അവിടെ നിന്നും പൈസ സമ്പാദിക്കുന്നു. ആ പൈസയ്ക്ക് നമ്മുടെ ഭൂമിയിൽ നിന്നും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നു. അപ്പം ഭൂമിയിൽ ഭയങ്കര വിലക്കുറവും അവിടെ സാധനങ്ങൾക്ക് വില കൂടുതലും. അപ്പം ഇത് മറിച്ച് വിൽക്കുകയൊക്കെ ചെയ്ത് അയാൾ കുറച്ച് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇയാൾക്ക് വേണ്ടി ഫുഡുകൾ ഓരോന്ന് വെച്ച് ഉണ്ടാക്കുന്നു. അതിന് ഇയാളുടെ പുറകെ ഒരു ലെജൻഡറി ക്രീച്ചർ കൂടുന്നു. ഇയാൾ വെക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ലെജൻഡറി ക്രീച്ചർ ഇയാളുടെ പുറകെ കൂടുന്നു. അങ്ങനെ ആ ക്രീച്ചർ ഭക്ഷണത്തിന് വേണ്ടി പറയും, ഇയാൾക്കൊരു വരമൊക്കെ കൊടുക്കും, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, പകരം നീ എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന്. അപ്പം തന്നെ ഇയാൾ എന്താണ് സംരക്ഷണമൊക്കെ, അപ്പോഴത്തേക്ക് ഇയാളെ ഫുൾ രീതിയിൽ സംരക്ഷിക്കും. ഇയാൾ നിറയെ ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ നല്ല രസകരമായ ഒരു കഥയാണ്. കാരണം ഈ നമ്മുടെ വേൾഡിൽ ഉപ്പിനൊക്കെ ഭയങ്കര വിലക്കുറവ്, പക്ഷെ അവിടെ ഭയങ്കര വിലയാണ് ഉപ്പിന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര ഹണ്ടിങ് ഒക്കെ ചെയ്ത് കുറേ സാധനങ്ങൾ മേടിച്ച് വിൽക്കുന്നു. ഒരു ഗെയിം പോലെ തന്നെ, കറക്റ്റ് ഒരു ഗെയിം പോലെ തന്നെ. പിന്നെന്താ പറയുന്നത്, ആ ഒരു കുക്കിംഗ് രീതികളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ രസകരം, വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ മാക്സിമം കാണിക്കുന്നുണ്ട്. കാരണം സാധാരണ ആനിമയിലൊക്കെ കാണിക്കുന്ന കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി നല്ല പ്രയാസമായിട്ടുള്ള രീതിയായിരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു നല്ല രസകരമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയും കൂടാണ്. കാരണം സ്റ്റോറിയിൽ അധികമായിട്ട് ഫസ്റ്റ് സീസണിൽ വലുതായിട്ട് നീങ്ങിയിട്ടില്ല. അത് കാരണം ഒരു നല്ല ഫീൽ ഗുഡായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വലിയ സ്റ്റോറി ലൈൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നില്ല. ഞാൻ എന്തായാലും കണ്ടിട്ടില്ലാത്തവരാണ് തീർച്ചയായിട്ടും കാണാം. 7.6 തന്നെയാണ് ഇതിൻ്റെ റേറ്റിംഗ്. ഇതിന് മുന്നേ നമ്മൾ ബെർസാക്കും ഡൊറോറൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, കുറച്ചൊരു സെൻറ്റിമെൻ്റൽ ഇമോഷണലൊക്കെ ഉണ്ടെങ്കിൽ ഇത് തികച്ചും ഫീൽ ഗുഡാണ്. കുട്ടികൾക്കും കാണാം, എല്ലാവർക്കും കാണാവുന്ന രീതിയിലത്തെ സാധനമാണ്. കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നീട് എന്താ പറയുന്നത്, ഇങ്ങനെ ഗെയിമുകളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാണാൻ പറ്റിയൊരു സീരീസ് തന്നെയാണ് ക്യാമ്പ് ഫയർ കുക്കിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് മൈ അപ്സ്കേർഡ് സ്കിൽസ്. ഇത് പറയുമ്പോൾ വീണ്ടും തെറ്റുന്നൊരു കാരണം ക്യാമ്പ് ഫയർ കുക്കിംഗ് എന്ന് പറയുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ഈ സീരീസ് കാണുക. അപ്പോൾ ഈ സീരീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ മ്യൂസി ആനി എങ്ങനെയോ ഒരു സൈറ്റല്ല, ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പറ്റുന്നവരൊക്കെ കണ്ടു നോക്കുക. ബൈ.